സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. പൗരാണിക കാലം മുതൽ മലബാറിൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും കെട്ടിയാടുന്ന അനുഷ്ഠാന കർമ്മമായ തെയ്യത്തിലെ തോറ്റംപാട്ട് സ്കൂൾ കലോത്സവ വേദികളിൽ നാടൻപാട്ട് രൂപത്തിൽ വികലമായി ഉപയോഗിച്ചതിനെതിരെ അനുഷ്ഠാന തെയ്യം സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. ഇതിന്റെ ഭാഗമായി ക്ഷേത്രം അനുഷ്ഠാന തെയ്യം കെട്ടിയാട്ട സംഘടന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വടകര ഭഗവതി കോട്ടക്കൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പ്രകടനമായി എത്തിയ സംഘടനാ പ്രവർത്തകർ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം അറിയിച്ചു. പ്രതിഷേധ ധർണയിൽ ജില്ലാ സെക്രട്ടറി ദിനേശൻ തൊട്ടിൽപ്പാലം സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് CK ബാബു അധ്യക്ഷനായി. പൗരാണിക കാലഘട്ടം മുതൽ കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന തെയ്യം പോലുള്ള അനുഷ്ഠാന കർമ്മങ്ങളെ ഇന്ന് തെരുവിലിറക്കിക്കൊണ്ടും അതിൻ്റെ അന്തസത്തയും മറ്റ് ആചാര അനുഷ്ഠാനങ്ങളും തികച്ചും ലംഘിച്ചുകൊണ്ടും അവതരിപ്പിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഈ അടുത്ത കാലത്തായി സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി കേരളത്തിലെ കൗമാര പ്രായത്തിൽപ്പെട്ടിരിക്കുന്നവരുടെ കലാമാമാങ്കമായ കലോത്സവ വേദികളിൽ പോലും തെയ്യത്തിൻ്റെ തോറ്റംപാട്ടുകളെ നാടൻ പാട്ട് ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിന് അവതരിപ്പിക്കുകയും നാടൻ പാട്ടും അനുഷ്ഠാന കർമ്മവും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ജഡ്ജികൾ അതിന് വിധി നിർണയം നടത്തി 1-ാം സ്ഥാനം കൊടുക്കുകയും 1, 2, 3 സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് A ഗ്രേഡ് നൽകിക്കൊണ്ട് അത്തരം കലാരൂപത്തെ അവഹേളിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരികയാണ്. ഇത് തികച്ചും ഈ അനുഷ്ഠാന കർമ്മത്തോടുള്ള വെല്ലുവിളി എന്നാണ് ക്ഷേത്രമനുഷ്ഠാന തെയ്യം കെട്ടിയാട്ട സംഘടന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. സ്ഥാപക നേതാവ് OK ഗംഗാധരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. പൊതുപരിപാടികളിലെ ബാനറുകളിലും നാട്ടിലെ വിവിധ സംഘടനകളുടെ പരിപാടിക്കും ഫ്ലെക്സ് ബോർഡുകളിൽ തെയ്യത്തിന്റെ ചിത്രങ്ങൾ വെക്കുന്നതും ശരിയായ നടപടിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ പലരും കലോത്സവ വേദിയിൽ നാടൻപാട്ടിന്റെ രൂപേണെ തോറ്റംപാട്ട് പാടുകയും ഇവ എന്തെന്ന് പോലും അറിയാത്തവർ വിധി നിർണയിക്കുന്നതും അനുവദിക്കില്ലെന്നും OK ഗംഗാധരൻ പറഞ്ഞു. 4-5 വർഷമായിട്ട് കലാമേളകളിങ്ങനെ അല്പാൽപം ഭാഗങ്ങൾ ഉൾപ്പെടുന്നത്. പക്ഷേ പരസ്യമായിട്ട് വളരെ മോശമായ രീതിയിൽ ഈ പ്രാവശ്യമാണ് ഇത് നടത്തുന്നത്. ഇത് ആദ്യം ഇതിങ്ങനെ കലാമേളയിൽ വന്നപ്പം തന്നെ ഞങ്ങൾ സംഘടന എതിർത്തിരുന്നു. അതിന് നിവേദനങ്ങളൊക്കെ മന്ത്രിസഭക്കൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു മാറ്റങ്ങളും വന്നില്ല. തെയ്യം കലയല്ല, തെയ്യം ഒരു കർമ്മമാണ്, അനുഷ്ഠമാണ്. തെയ്യത്തിൻ്റെ അകത്ത് മന്ത്രമുണ്ട്, തന്ത്രമുണ്ട്, ശാസ്ത്രമുണ്ട്, പുരാണമുണ്ട്, ഇതിഹാസമുണ്ട്, എല്ലാം ഉണ്ട്. യോഗാഭ്യാസമുണ്ട്, കായികാഭ്യാസമുണ്ട്, പ്രാണായാമങ്ങളുണ്ട്, എല്ലാം അടങ്ങിയതാണ്. അതാണ് ഇത് കർമ്മം എന്ന് പറയുന്നത്. അതെ, അനുഷ്ഠാന കലയ ഇത് നാടൻ കല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പ്രചരിപ്പിച്ച് കളഞ്ഞു. നാടൻ കലയല്ല ഇത്. നാടൻ മന്ത്രവാദം നാടൻ കല എന്ന് പറയുമോ? തന്ത്രി ചെയ്യുന്ന കർമ്മത്തെ നാടൻ കല എന്ന് പറയുമോ? ഇപ്പം നാരായണീയം ചെല്ലുന്നത് നാടൻ പാട്ടായിട്ട് പറയുമോ? ജ്ഞാനപ്പാന ചെല്ലുന്നത് നാടൻ പാട്ടായിട്ട് പറയുമോ? ഇതൊന്നുമില്ല. പക്ഷേ ഇത് ഒരു എതിർക്കാൻ ഞങ്ങൾക്ക് സാമുദായികമായിട്ട് ശക്തിയില്ലാന്നോ അല്ലെങ്കിൽ സംഘടനയ്ക്ക് ശക്തിയില്ലാന്നോ എന്ന് ഉള്ളൊരു വിചാരം എന്തോ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് വരുന്നത്. പക്ഷേ അതല്ല, ഇത് നാടൻ പാട്ടുമല്ല, നാടൻ കലയുമല്ല. ഇത് അനുഷ്ഠാന കർമ്മമാണ്, അനുഷ്ഠാന ചടങ്ങാണ്. ഇതിൽ ദീപം മുതൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുമ്പം അരി വേണം. അരി ജീവനാംശമാണ്. വെറ്റില വേണം. വെറ്റില എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദേവീ ദേവന്മാർ ഉൾക്കൊള്ളുന്നതാണ്. അടയ്ക്ക വേണം. അടയ്ക്ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, ബ്രഹ്മാണ്ടമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ദൈവികത്വം നിറഞ്ഞിരിക്കുന്ന വസ്തുവാണ്. അതിനാണ് ഇതൊന്നുമില്ലാതെ
ഈ സ്റ്റേജിലും മറ്റ് കവലകളിലും ഇവർ നടത്തുന്നത്. ഇതറിയുന്നവർക്കാരും വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ അറിയുന്ന ആൾക്കാർ ഞങ്ങൾ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തി വേറെ ആൾ നിർത്തും. അപ്പോൾ അവർക്ക് കിട്ടുന്ന വേതനങ്ങൾ ഞങ്ങളിൽ നിന്നില്ല. വിളിക്കും, പോകുന്നില്ല. പോയാലും ഇത് കാണുമ്പോൾ തോറ്റം കാണുമ്പോൾ ഇത് തോറ്റാണ്, നാടൻ പാട്ടല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. അവർ മാറി നിൽക്കും. അല്ലല്ല, ഇതിപ്പം തുടക്കമാണ്. ഇപ്പം നിവേദനം കൊടുക്കുന്നുണ്ട്, മന്ത്രിസഭയ്ക്ക് വരാനുള്ള നിവേദനം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് വരികയാണെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടുന്നതായ രീതിയിൽ സംഘടന ആലോചിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവഹേളിച്ചുകൊണ്ട് നമ്മുടെ കവലകളിൽ വെച്ച് നടത്തുന്ന പല ചടങ്ങുകൾക്കും ഇത് അവതരിപ്പിക്കുക, ഇതിൻ്റെ രൂപത്തിൽ ഇതിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ചിട്ട് അവതരിപ്പിക്കുക. അതേപോലെ നഗരത്തിൽ എന്ത് സമ്മേളനങ്ങളോ എന്ത് ഉദ്ഘാടനങ്ങളോ എന്ത് ഘോഷയാത്രകളോ എന്ത് വരുന്നുണ്ടെങ്കിലും അതിന് വേണ്ടുന്ന പരസ്യ ബോർഡുകൾ ദൈവത്തിൻ്റെ രൂപത്തിൽ കട്ടൗട്ടുണ്ടാക്കിയിട്ട് ദൈവത്തിനെ കൊടി പിടിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ഒരു കമാൻ ഉണ്ടാക്കണമെങ്കിൽ ഗുളികൻ്റെ മുടി അതേ രൂപത്തിൽ 2 മുടി ഉണ്ടാക്കി റോഡിൻ്റെ 2 സൈഡിൽ വെച്ച് താഴേന്ന് മുതൽ മേലെ വരെ പതാകകളൊക്കെ നാട്ടിക്കൊണ്ട് ഇതിനെ അവഹേളിക്കുന്നൊരു സന്ദർഭമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഇതിനൊക്കെ ഞങ്ങളുടെ സംഘടന, അതായത് മലയൻ സമുദായത്തിൻ്റെ സംഘടന വളരെ കാലം മുമ്പട്ടേ പ്രതിഷേധിച്ചതാണ്. ഇതിനി അനുവദിക്കാൻ പറ്റില്ല. ഇതിനെന്ത് ത്യാഗം ചെയ്തും ഇതിനെ നിർത്തണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിങ്ങനെയൊരു ധർണാ സമരം ഇവിടെ. ആശംസകൾ നേർന്ന് രഞ്ജിത്ത് തോണേരി, പ്രഭാഷ് വടകര, സുര അണ്ടിപ്പാറ, വിജയൻ മുതുവന തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തരമലബാറിൽ തെയ്യം അഥവാ തിറ കെട്ടിയാടുന്നത് മലയൻ, പാണൻ, മുന്നൂറ്റൻ, വണ്ണാൻ, പെരുവണ്ണാൻ തുടങ്ങിയ സമുദായക്കാരാണ്. കഠിനമായ പ്രയത്നവും ചിട്ടയായ പരിശീലനവും വളരെ ചെറുപ്പം മുതൽ അഭ്യസിച്ചുകൊണ്ടാണ് ഇവർ തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. തെയ്യങ്ങളുടെ ഉത്ഭവത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന കഥകളെ ആസ്പദമാക്കി തങ്ങളുടെ പൂർവികർ കൃത്യമായി രാഗവിസ്താരങ്ങളോടെ ചിട്ടപ്പെടുത്തി വാമൊഴിയായി തങ്ങൾക്ക് പകർന്നു നൽകിയതാണ് തോറ്റങ്ങൾ. ഇവ തികച്ചും വികൃതപ്പെടുത്തിക്കൊണ്ട് കലോത്സവ വേദികളിൽ നാടൻപാട്ട് രൂപേണ ഉൾപ്പെടുത്തി അവതരിപ്പിക്കുന്നത് അനുഷ്ഠാന കർമ്മത്തോടുള്ള അവഹേളനമാണെന്ന് ക്ഷേത്ര അനുഷ്ഠാന തെയ്യം കെട്ടിയാട്ട സംഘടനാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അതുകൊണ്ടുതന്നെ അനുഷ്ഠാന കർമ്മത്തോടുള്ള ഈ അവഹേളനം അവസാനിപ്പിക്കാനും ഇത്തരം മഹത്തായ ക്ഷേത്രകർമ്മങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭ്യമാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. തെയ്യങ്ങൾക്കും തിറകൾക്കും തലേന്നാൾ തോറ്റമോ വെള്ളാട്ടമോ കെട്ടിപ്പുറപ്പെടും. കോലക്കാരൻ വേഷമണിഞ്ഞ് കാവിന്റെയോ സ്ഥാനത്തിന്റെയോ പള്ളിയറയുടെയോ മുന്നിൽ വെച്ച് തോറ്റം പാട്ടുകൾ പാടുകയും ചെണ്ടയോ തുടിയോ താളവാദ്യമായി ഉപയോഗിക്കുകയും പാട്ടിന്റെ അന്ത്യത്തിൽ ഉറഞ്ഞുതുള്ളി നർത്തനം ചെയ്യുകയും ചെയ്യും. അതാണ് തോറ്റം അഥവാ സ്തോത്രം. സൃഷ്ടിക്കുക അല്ലെങ്കിൽ പുനർജീവിപ്പിക്കുക എന്നൊക്കെയാണ് തോറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെയ്യക്കോലക്കാരൻ ആടയാഭരണങ്ങൾ ചാർത്തി അണിഞ്ഞൊരുങ്ങി മേളക്കൊഴുപ്പിന്റെ താളം കേട്ട് തോറ്റംപാട്ടിന്റെ മൂർധന്യാവസ്ഥയിൽ ദൈവത്തിലേക്കുള്ള പരകായ പ്രവേശം ചെയ്യുമെന്നാണ് വിശ്വാസം. തോറ്റംപാട്ടിനെ പൊതുവേദികളിൽ എത്തിച്ച് അവഹേളിച്ചതിനെതിരെ ഉത്തര കേരള മലയൻ സമുദായ സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ക്ഷേത്രാനുഷ്ഠാന തെയ്യം കെട്ടിയാട്ട സംഘടനയുടെ നേതൃത്വത്തിൽ കേരള വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം നൽകി. എത്രയും വേഗം അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ വരും ദിനങ്ങളിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കെട്ടിയാട്ട സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു.